ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കും പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റോട് കൂടി ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. വെൽക്കം ടു മൈ ചാനൽ വിബി ആൻഡ് അച്ചു ഹോം. ഒരു 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിൽ ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്ത് വറ്റൽമുളക് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് 3 മീഡിയം വലുപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്താൽ മതിയാവും. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് സവാളയുടെ നിറം മാറി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാള വഴറ്റി ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിച്ചത്, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി ഒരു 3/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നതിനും വരെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പൊടികളെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളിക്ക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കണം. 5 മിനിറ്റ് വേവിക്കാൻ വെച്ചതിന് ശേഷം പ്രോൺസിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. ഈ വെള്ളം മതിയാവും നമുക്ക് പ്രോൺസ് വേവിച്ചെടുക്കാൻ. റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ പ്രോൺസ് മാഗ്നേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഒരു മൂടി വെച്ച് അടച്ച് ഒരു 4 മിനിറ്റോടെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ പ്രോൺസ് വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമെല്ലാം പറ്റി കിട്ടിയിട്ടുണ്ട്. എണ്ണ തെളിയുന്നിടം വരെ ഒരു 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ പ്രോൺ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.